പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 10-ാം തീയതി തിങ്കളാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. വിജയത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കും. എന്നാൽ വിജയത്തിൻ്റെ രഹസ്യം എന്താ? ചിലർ അത് വിദ്യാഭ്യാസത്തിലാണെന്ന് പറയുന്നു, ചിലർ സമ്പത്തിലാണെന്ന് പറയുന്നു, ചിലർ സ്വാധീനത്തിലാണെന്ന് പറയുന്നു. എന്നാൽ ദൈവം യോശുവയോട് വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്തുന്നു. രാവും പകലും എൻ്റെ വചനത്തിൽ ധ്യാനിക്കണം. ദൈവം യോശുവയ്ക്ക് ആദ്യം വാൾ കൈമാറിയില്ല, വചനം കൈമാറി. യുദ്ധഭൂമിയിൽ ജയിക്കുന്നതിന് മുൻപ് ഹൃദയത്തിൽ ദൈവവചനം വാഴണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ദൈവവചനം ധ്യാനിക്കുവാൻ അവിടുന്ന് പറയുന്നു. ധ്യാനം എന്നത് വചനം വായിക്കുക മാത്രമല്ല, വചനം നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുവാൻ അനുവദിക്കുന്നതാണ്. വചനം മനസ്സിൽ മാത്രം നിലനിൽക്കാതെ ജീവിതത്തിൽ ഒഴുകിത്തുടങ്ങുമ്പോഴാണ് അത് യഥാർത്ഥ ധ്യാനമാകുന്നത്. ഒരു വലിയ വൃക്ഷത്തെ നോക്കൂ. അതിൻ്റെ ശാഖകളുടെ ശക്തി മണ്ണിനടിയിലെ വേരുകളുടെ ആഴത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാറ്റും മഴയും കൊടുങ്കാറ്റും വരുമ്പോൾ ആഴത്തിൽ വേരൂന്നിയ വൃക്ഷം വീഴുകയില്ലല്ലോ. അതുപോലെ ദൈവവചനത്തിൽ വേരൂന്നിയ വിശ്വാസി ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും തളരുകയില്ല. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ബൈബിൾ ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. മരുഭൂമിയിൽ പിശാച് പരീക്ഷിച്ചപ്പോൾ ഓരോ പ്രലോഭനത്തിനും യേശു സ്വന്തം അഭിപ്രായം പറയുന്നില്ല. അവിടുന്ന് പറയുന്നു, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവപുത്രൻ പോലും വചനത്തെ ആയുധമാക്കിയെങ്കിൽ നമുക്ക് വചനമില്ലാതെ ആത്മീയ പോരാട്ടങ്ങളിൽ എങ്ങനെ ജയിക്കുവാൻ സാധിക്കും? അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികം നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുന്നു. വചനം നമ്മുടെ ജീവിത പാഠമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് സഭാപിതാവായ വിശുദ്ധ ജെറോം പറഞ്ഞിരിക്കുന്നു, തിരുവെഴുത്തിനെ അറിയാതെ ഇരിക്കുന്നത് ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുന്നതാണ്. സഭയുടെ പാരമ്പര്യത്തിൽ തിരുവചനം വെറും വായനയ്ക്കുള്ള പുസ്തകമല്ല, അത് മനനം ചെയ്ത് ജീവിതത്തെ നയിക്കുവാനായിട്ടുള്ളതാണ്. എല്ലാ ആരാധനകളുടെയും ഹൃദയത്തിൽ അതുകൊണ്ടാണ് തിരുവചനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്നത്. വചനമാണ് വിശ്വാസിയെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് വളർത്തുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അറിവുകളുടെ പ്രളയമാണ്. മൊബൈൽ ഫോണിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നു. പല മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിവുകൾ ലഭിക്കുന്നു. എന്നാൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ലോകത്തിൻ്റെ ശബ്ദമാണോ, ദൈവത്തിൻ്റെ വചനമാണോ? ദൈവം പറയുന്നു, രാവും പകലും ദൈവവചനം ധ്യാനിക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ ഓരോ തീരുമാനവും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവഹിതത്തോട് യോജിക്കും. യഥാർത്ഥ വിജയം പുറമേയുള്ള നേട്ടങ്ങളല്ല, ദൈവവചനത്താൽ രൂപാന്തരപ്പെട്ട ജീവിതമാണ്. വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ വായിൽ അനുഗ്രഹം ഉണ്ടാകും, ചിന്തയിൽ വിശുദ്ധി വരും, പ്രവൃത്തിയിൽ നീതി വരും, ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടും. ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ ആത്മീയ പ്രതിജ്ഞ എടുക്കാം, ദൈവവചനം എൻ്റെ വെളിച്ചമായി തീരും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ജീവിക്കുന്ന വചനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ വേരൂന്നിയ ജീവിതം നയിച്ച് അങ്ങയുടെ മഹത്വത്തിനായി ഫലം കായ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.